ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എജുപോർട്ട് CUT ചാനലിലെ ഇത്തവണ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്രാവശ്യം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോർട്ടിൻ്റെ CUTയിലേക്ക് സ്വാഗതം. അത് മാത്രമല്ല, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസബിൻ സാർ. ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡോക്യുമെൻസിനെ കുറിച്ച് പറഞ്ഞത് അല്ലേ. CUT എക്സാമുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് സ്കോർ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ആ സ്കോർ കാർഡ് വെച്ചിട്ട് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി സൈറ്റിൻ്റെ പോർട്ടലിലും കയറിയിട്ട്, അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പോർട്ടലിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണിത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും, പെട്ടെന്ന് ശ്രദ്ധിക്കുക, വളരെ വേഗം നിങ്ങൾ ഇതെല്ലാം സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് വേണ്ടത് മെയിൻ ലിസ്റ്റുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ് ലിസ്റ്റുകൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട CUTയുടെ സ്കോർ കാർഡാണ്. നിങ്ങൾ പരീക്ഷ എഴുതി നിങ്ങൾക്ക് കിട്ടിയ CUTൻ്റെ സ്കോർ ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രിൻ്റ് എടുക്കണം. ഒരു A4 പ്രിൻ്റ് എടുക്കുക. കളർ പ്രിൻ്റ് വേണമെന്നില്ല, എന്നാൽ ഒരു ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ റിസ്ക് എടുക്കേണ്ട. 10 രൂപ ഒരു കളർ പ്രിൻ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഒരു കളർ പ്രിൻറ്റിൽ ഒരു കോപ്പിയെങ്കിലും നമ്മൾ എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരു സ്കോർ കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് നമുക്ക് വേണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ വെരിഫിക്കേഷൻ എന്തായാലും വേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ പ്രിൻ്റ് ഔട്ട് വേണ്ടി വരും. പക്ഷെ നമ്മൾ എന്താണ് ഈ പ്രിൻ്റ് ഔട്ട് അല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടത്. നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, സ്കാൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സ്കാൻ ചെയ്ത കോപ്പികളായിരിക്കണം കൊടുക്കേണ്ടത്. സ്കാൻ ചെയ്ത കോപ്പികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ CUTൻ്റെ PDF നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഓക്കെ, PDF പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ PDF തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ക്ലാസ് 10ാം ക്ലാസ്സിലെയും +2വിൻ്റെയും മാർക്ക് ഷീറ്റുകളാണ്. ഈ 10ാം ക്ലാസ്സിൻ്റെയും +2വിൻ്റെയും മാർക്ക് ഷീറ്റ് എന്ത് ചെയ്ത് നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത കോപ്പി ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ സെറോക്സ് എടുത്ത കോപ്പി ഉണ്ടാവും. അതല്ല ചെയ്യേണ്ടത്, പകരം അതിൻ്റെ ഒറിജിനൽ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒറിജിനൽ സ്കാൻ ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ. മൂന്നാമതായിട്ട് പറയുന്ന കാര്യം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ TC എന്ന് പറയും. നമ്മുടെ TC എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ രണ്ട് സർട്ടിഫിക്കറ്റും ഒറിജിനലാണ് നമുക്ക് കിട്ടുക. ആ ഒറിജിനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യണം. ഇതൊന്നും കോപ്പി അല്ല എടുക്കേണ്ടത്, ഇതെല്ലാം സ്കാൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സ്കാൻ ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം. നാലാമതായിട്ട് കാറ്റഗറി സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടത്. അതെന്താ പറഞ്ഞുതരാം. അതുപോലെ ആധാർ നിർബന്ധമാണ്, ആധാറിൻ്റെ ഒറിജിനലാണ് വേണ്ടത്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോകളാണ് നമുക്കിവിടെ വേണ്ടത്. പിന്നെ വേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന PDF കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പറയുന്നുണ്ട്, ഇതെല്ലാം PDF ഫോർമാറ്റുകളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, PDF ഫോർമാറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ മാത്രം എന്ത് ചെയ്യും, JPG ഇമേജ് ഫോർമാറ്റിൽ എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതിന് നിർബന്ധമായിട്ടുള്ള ഏതാ, നിർബന്ധമില്ലാത്ത ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും നിങ്ങൾ ജനറൽ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ, ജനറൽ കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ മാത്രം മതി. എന്തൊക്കെയാണ്, CUTയുടെ സ്കോർ കാർഡ് വേണം, അതുപോലെ 10ൻ്റെയും +2വിൻ്റെയും മാർക്ക് ഷീറ്റുകൾ വേണം. പിന്നെ ആധാർ കാർഡ് നിർബന്ധമാണ്, കമ്പൽസറി ഉണ്ടോ, മറന്നു പോകരുത്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ ഉണ്ടായിരിക്കണം, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചർ. ഇത്രയും കാര്യം സ്കാൻ ചെയ്ത ഡോക്യുമെൻ്റായിട്ട് നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണ് ഉണ്ടാവണം. ഇനി എന്തെങ്കിലും റിസർവേഷൻ നിങ്ങൾക്ക് അർഹത ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറി ഏതെങ്കിലും പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി വരും കേട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷന് നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ ആ അർഹത തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് അത്രമാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇപ്പോൾ ഒരാൾ OBC പെടുന്ന ആളാണെങ്കിൽ അയാൾക്ക് OBC സർട്ടിഫിക്കറ്റ് വേണം അല്ലേ, OBC സർട്ടിഫിക്കറ്റ് വേണം. SC/ST കാറ്റഗറി പെടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞത്. പിന്നെ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്, അതായത് ജനറൽ കാറ്റഗറി തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവരും ഈ പറഞ്ഞ റിസർവേഷന് എലിജിബിൾ ആയിരിക്കും. അപ്പോൾ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടാവണം. പിന്നെ പറയുന്ന PWD സർട്ടിഫിക്കറ്റാണ്. ഈ PWD എന്ന് പറയുമ്പോൾ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അഥവാ നമ്മൾ എന്ത് പറയും, ഈ ഭിന്നശേഷിക്കാരായുള്ള ആൾക്കാർ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യണം, നിർബന്ധമാണ്. അത് കോപ്പിയല്ല, ഒന്നിൻ്റെയും കോപ്പിയല്ല, എല്ലാം ഒറിജിനലിനെ സ്കാൻ ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒറിജിനൽ എന്ത് ചെയ്യണം, നിങ്ങൾ സ്കാൻഡ് കോപ്പി കേട്ടോ, സ്കാൻ ചെയ്ത കോപ്പിയാണ്, അതാണ് വെക്കേണ്ടത്. ഓക്കെ, സ്കാൻഡ് ഫയലാണ് വെക്കേണ്ടത്. പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം റിസർവ്, അതായത് നിങ്ങൾക്ക് ഈ പറഞ്ഞ NCLും കാര്യങ്ങളും കിട്ടണം അല്ലേ, നോൺ ക്രീമി ലെയർ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വരുമാന പരിധി പ്രകാരം എന്ത് ചെയ്യും, ചില യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ കിട്ടാറുണ്ട്. അപ്പോൾ എന്താണ് കാരണം, അത് ഈ വരുമാന പരിധി നോക്കിയിട്ടാണ്. അപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ്സ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ റിക്വയർഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടി കീപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റ്സ് ആണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഇത് നിർബന്ധമായിട്ട് എല്ലാവർക്കും വേണ്ടതാണ്. ഇത് അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലായിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരൊറ്റ കാര്യം ചെയ്യുക, വീണ്ടും പോസ് ചെയ്യുക, ജസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുന്നു, പോസ് ചെയ്യുന്നു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് മറക്കാതിരിക്കുക. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി, ഇതെല്ലാം മിക്കവാറും PDF-ലാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാരണവശാൽ ചില യൂണിവേഴ്സിറ്റി മാത്രം എന്ത് ചെയ്യും, JPEG ഫയൽ ഫോർമാറ്റ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് സ്കാൻ ചെയ്തെല്ലാം സെറ്റാക്കി വെക്കുക. ആ സമയത്ത് സ്കാൻ ചെയ്യാൻ നിൽക്കുമ്പം എന്ത് ചെയ്യും, പല മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്യുക, മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക, പരമാവധി എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് വിഷ് ചെയ്യാണ്. വീണ്ടും കാണാം. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.